ഇതോടുകൂടി കോഴിക്കോട് വ്ലോഗ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുകയാണ്. വീട്ടപ്പോൾ എന്തോ ഒരു പടഭണ്ഡാരമാണ്. അന്ന് വന്ന സമയത്ത്, പണ്ട് വന്ന സമയത്തുണ്ടല്ലോ, ഇതൊക്കെ പണിഞ്ഞോണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അയ്യോ, നല്ല തിരക്കൊന്നും തോന്നുന്നുണ്ട്. ഇന്ന് അവധി ദിവസവും കൂടെ ആയതുകൊണ്ടായിരിക്കും. നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ബിഗ്ഗസ്റ്റ് മാളുകളിൽ ഒന്നാണ് ഹൈലൈറ്റ് മാൾ അല്ലേ? അങ്ങനല്ലേ? നീ എന്തിനാ ഓടുന്നത്? അതെ, ബിഗ്ഗസ്റ്റ് മാളുകളിൽ ഒന്നാണ്. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഹൈലൈറ്റ് മാൾ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി കണ്ടിട്ട് വരാം ഗൈസ്. ഇതോ സ്നോ ഫാൻറ്റസി -10°C താഴെയാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. അഡൾട്ടിന് 530, കിഡ്സിന് 470, അങ്ങനെ റേറ്റ് ഒക്കെ കേട്ടോ. പക്ഷെ ഭയങ്കര റേറ്റ് കേട്ടോ. അഡൾട്ടിന് 530, കിഡ്സിന് 470, അങ്ങനെ അവിടെ താഴെ എഴുതിയിട്ടേക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ. ഇന്ന് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹൈലൈറ്റ് മാളിന് ഫ്രീ ആയിട്ട് നമ്മളിതൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ ഹൈലൈറ്റ് മാളിൽ കറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2012-13 വന്നപ്പോൾ ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കംപ്ലീറ്റ് എന്തോ ആവാറായെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ അപ്പോൾ ഒരു സൈബർ പാർക്ക് ഉണ്ടായിരുന്നു. അത് അപ്പുറത്തോ വേറെ നമ്മൾ വരുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെയും ഇതൊക്കെ ഏകദേശം ഒരുമിച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഹൈലൈറ്റ് മാളാണ് ഏറ്റവും വലുത്, ബിഗ്ഗസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ലുലു തന്നെ ആണെന്ന് തോന്നുന്നു നമ്പർ 1 ഇപ്പോഴും. ഹൈലൈറ്റ് മാൾ 2ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഇതിനുള്ളിലുള്ള സൂപ്പർ മാർക്കറ്റ് കേട്ടോ, ആംബുലൻസ് എന്നാണ് പേര്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയൊക്കെയാണ്. നല്ല രീതിയിലൊക്കെ ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കൊണ്ട് ഇതിനകത്ത് ചുമ്മാ വെറുതെ കയറി നോക്കാം. ഇതാണ് സ്റ്റുഡിയോ. ഞാനിവിടെ വന്നപ്പോഴാണ് സ്റ്റുഡിയോയെ പറ്റി അറിയുന്നത്. ഹിൽറ്റി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ സ്റ്റുഡിയോയിൽ നമ്മൾ മാക്സിമം ട്രെൻഡിലൊക്കെ നമ്മൾ ഡ്രസ്സ് മേടിക്കത്തില്ല, അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ചീപ്പ് റേറ്റിലൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാൻ നോക്കിയപ്പോഴും ഇതുപോലാണ്. കുറേ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര തിരക്ക് കേട്ടോ. ഇവിടെ നല്ല റേറ്റ് കുറവായിട്ടാണ് തോന്നുന്നു. നല്ലോണം നല്ല തിരക്കുണ്ട്. പക്ഷേ ഇവിടുത്തെ ഡ്രസ്സൊക്കെ ആണെങ്കിലും കുറേ നാൾ നിൽക്കുമെന്നുള്ളത്. നമ്മൾ ഇവർക്ക് ചീപ്പ് റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സൊന്നും കൊള്ളത്തില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം അലക്ക് കഴിയുമ്പോഴത്തേക്ക് പോകുന്നതല്ല, കുറേ നാൾ നീണ്ടു നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഷോപ്പിങ്ങിനും കാര്യങ്ങളുമാണ്. ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടുമാരുമായിട്ടൊക്കെ വീണ്ടും മാളോട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്, പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സില്ലാത്ത സമയത്ത് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് കള്ളത്തിനൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ലുലു മാളോട്ട് പോകും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഫുള്ള് ഫോട്ടോ എടുപ്പാണ്. ഫുള്ള് കറങ്ങി നടക്കുക, ഓരോ അതുപോലത്തെ അടിപൊളി സ്ഥലം കാണുക, ഫോട്ടോ എടുക്കുക. ഒരു 10-250 ഫോട്ടോ കാണുള്ളൂ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അതാണ്. പക്ഷേ ഇവിടുന്ന് നമ്മളൊന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കത്തില്ല, കാരണം ഇതിനകത്തൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റുന്ന സംഭവം നമ്മുടെ ബഡ്ജറ്റ് കാണത്തില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വന്ന് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അകത്തോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അതാണ് കേട്ടോ. അപ്പോൾ അന്ന് ഫേസ്ബുക്കായിരുന്നു ഫേമസ്. നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 10-250 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഉള്ളതൊക്കെ കാണും. അതൊക്കെ ഒരു കാലം. ഇവിടെ വന്നപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ലോൺ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോയിങ്ങിൻ്റെ ഇവിടുത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പേജ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇവരെ ഫോളോ ചെയ്യുന്നവർക്ക് ഇവർ ഫസ്റ്റ് പടം വരച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു പടം വരച്ചു തന്നത്, എൻ്റെ അമ്മൂമ്മയുടെ പടം വരച്ചു തന്നു കേട്ടോ. ഒരു അടിപൊളി കിടുക്കാച്ചൊരു പടം എനിക്ക് വരച്ചു തന്നെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞെന്നല്ല കേട്ടോ, ഏകദേശം 3 വർഷം കണ്ടേ, കൊറോണ സമയത്തായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം എല്ലായിടത്തും പോലെ തന്നെ ഓർഡർ ചെയ്യുക, ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരിക, കഴിക്കുക. ഇതന്നെ ഇവിടുത്തെ പരിപാടി. വന്നപ്പോഴാട്ടോ, ഇത് ഭയങ്കര വലിയൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ. ഞാൻ നിങ്ങളൊരു വൈഡ് ആംഗിൾ കാണിച്ചു തരാം പ്ലീസ്. നോക്കൂ, ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പാറുവിൻ്റെ ഐഫോണിനകത്താണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഐഫോണിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വീഡിയോയുടെ ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ. അതെന്താണെന്നറിയത്തില്ല, ഭയങ്കര നമുക്ക് ഒരു നല്ല രസമുണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇത് നമ്മുടെ ഗെയിമിംഗ് സെക്ഷനാണ്. 4th ഫ്ലോറിൽ തന്നെയാണ് ഇവിടുത്തെ ഗെയിമിംഗ് സെക്ഷൻ വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഇതിനകത്ത് കയറാതെ പോകത്തില്ല. കാരണം പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുമാതിരിയാണ് ഇതിനകത്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് പോലും ഇതിനകത്തൊന്ന് കയറി പോകാൻ തോന്നും. അത്രയ്ക്കുണ്ട് ഈ സംഭവങ്ങളൊക്കെ. ഇത് PVR ബാംഗ്ലൂരിൽ ഞാൻ നിന്ന സമയത്ത് PVR പോയിട്ട് ഞാൻ സംഭവം കളിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാശും പൊടി. പിന്നെ ഈ സംഭവമില്ല ജമ്പ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിനകത്ത് കണ്ടുകൊണ്ട് ചിലവരൊക്കെ ഇങ്ങനെ ചാടി പറഞ്ഞ് ഇങ്ങനെ 2-3 കരണമൊക്കെ മറിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതൊക്കെ നല്ല രസമായിരിക്കും. പക്ഷെ നമുക്ക് കയറണമെന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ കയറുന്നില്ല. നമ്മൾ കയറി പോവുകയാണ്. പക്ഷെ നമ്മൾ കയറിയിരിക്കും ഒരു വട്ടം. പിള്ളേരെല്ലാം നിർമ്മാദിക്കുന്നു. ചായ കുടിക്കുന്നത് നോക്കിയപ്പോൾ ഒരു ചായ 30 രൂപ. എന്തിനാ പറഞ്ഞാൽ 30 രൂപ എടുക്കുന്നത്? ഇവിടെ താഴെ നെസ്റ്റു എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നെസ്റ്റു ഹൈപ്പർ മാർക്കറ്റാണ്. സോറി, നെസ്റ്റിന് പുറത്തുള്ള ഷോപ്പിൽ നിന്ന് കഴിക്കുന്നത്. അടിപൊളി. ഇതിൻ്റെ താഴെ അടിപൊളി മനോഹരമായൊരു ടീ ഷോപ്പ്. കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ടീ ഷോപ്പ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പാർക്കിങ്ങിന് ഏരിയ എടുത്തുള്ളൂ കേട്ടോ. അടുത്ത താഴെ ബേസ്മെൻറ്റുണ്ട്. ചായ വട മണ്ണുവട്ടി. ഇത് സംഭവം എന്താണ്? ഇത് ബീഫ് കട്ട്ലറ്റ് ആണ് കൊടുത്തത്. ഇത്രയും ഉണ്ട് കേട്ടോ ബീഫ് കട്ട്ലറ്റ്. സമോസ സോസ് ഉണ്ടോ കേട്ടോ. ഇത് ചിക്കൻ ഉന്നക്ക. ഉപ്മാളി വരുന്നവർക്ക് നല്ല അടിപൊളി ഒരു ചായ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കടയിൽ വന്നാൽ മതി കേട്ടോ. ഈ ബേസ്മെൻറ്റിലുള്ള അടിപൊളി ചായ വെച്ചാൽ അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചായക്കട ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഗൈസ്. ടീ സ്റ്റോറി പറഞ്ഞ് ചായ ഏതായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനാ ഗൈസ് ഇവിടുത്തെ മറ്റൊരു ഹൈപ്പർ മാർക്കറ്റാണ് നെസ്റ്റോ. അത് കൊള്ളാം. നെസ്റ്റോ ഹൈപ്പറിൽ കയറിയാൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കേട്ടോ. പക്ഷെ നമ്മൾ കയറുന്നില്ല കേട്ടോ. ഭയങ്കര തിരക്ക് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ചായ കുടിച്ച് നമ്മളിനി അങ്ങോട്ട് പോകാൻ പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ പോട്ടെ ഗൈസ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗുമായിട്ട് വരുന്നതാണ്.